വർഷങ്ങളോളം ദൈവം തന്റെ ജനമായ ഇസ്രായേലിനോട് മൗനത്തിലായിരുന്നു. പ്രവാചകന്മാരുടെ ശബ്ദമോ ദൈവിക ദർശനങ്ങളോ ജനങ്ങൾക്കിടയിൽ കേൾക്കാനില്ല. ഈ മൗനം ഒരു പരീക്ഷണ കാലഘട്ടമായിരുന്നു. എന്നാൽ അതിന്റെ ലക്ഷ്യം ജനങ്ങളിൽ മിശിഹായുടെ പ്രതീക്ഷ വളർത്തുക എന്നതായിരുന്നു. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തോട് ഈശോയുടെ ജനന സന്ദേശം നൽകിയപ്പോൾ ആ മൗനം അവസാനിച്ചു. ദൈവം എവിടെ എന്ന ചോദ്യം ഉയരുമ്പോൾ ഈശോയുടെ ജനനം പോലെ ദൈവം ശരിയായ സമയത്ത് തന്റെ പദ്ധതി വെളിപ്പെടുത്തും എന്നും നാം അറിയാതെ തന്നെ ദൈവം പ്രവർത്തിക്കുന്നു എന്നും ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് വീണ്ടും ക്രിസ്മസ് രാവിലേക്കൊന്ന് കണ്ണോടിക്കാം. രാജാതിരാജൻ, ചരിത്രത്തെ രണ്ടായി വിഭജിച്ചവൻ, നീണ്ട കാത്തിരിപ്പുകൾക്ക് ശേഷം ജനിച്ചവൻ, ദൈവത്തിന്റെ ഏകപുത്രൻ. ജനിക്കുവാനായി തിരഞ്ഞെടുത്തത് സദസ്സോ രാജവീതിയോ അല്ല, മറിച്ച് ശാന്തമായ ഒരു കാലിത്തൊഴുത്താണ്. ഇതിലൂടെ മൗനത്തിന്റെ ശക്തിയെ അവിടുന്ന് വെളിപ്പെടുത്തുന്നു. മൗനം ദൗർബല്യത്തിന്റെ ലക്ഷണമല്ല, മറിച്ച് ശക്തന്മാർക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഉപാധിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവം മൗനത്തിലായിരിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ തനിച്ചല്ല. തന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക ക്ഷണങ്ങളിൽ ദൈവം മൗനത്തിലാണെന്ന് ഈശോയ്ക്ക് പോലും തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഗസ്സമേനിലെ പ്രാർത്ഥനാ വേളയിൽ ഈശോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റേണമേ. കാൽവരി യാഗത്തിന്റെ അവസാന നിമിഷത്തിൽ ഈശോ കുരിശിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: എന്റെ പിതാവേ, എന്റെ പിതാവേ, എന്തിനു നീ എന്നെ ഉപേക്ഷിച്ചു? ഈശോയ്ക്ക് പോലും പിതാവിന്റെ മൗനം ഉപേക്ഷയായി തോന്നി. എന്നാൽ മനുഷ്യകുലത്തിന്റെ പാപമോചനത്തിനുള്ള പദ്ധതിയുടെ ഭാഗം മാത്രമായിരുന്നു അത്. ദൈവത്തിന്റെ മൗനത്തിന്റെ മറവിൽ ഒരു രക്ഷാകര പദ്ധതി ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മുടെ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും ആഴത്തെ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു സുവർണ അവസരമായി നാം അതിനെ കണക്കാക്കണം. സങ്കീർത്തകനെ പോലെ ശാന്തനായിരിക്കുക, ഞാൻ ദൈവമാണെന്നറിയുക. Be still and know that I am God. Wish you all a Merry Christmas and a Happy New Year.